വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം എന്റെ 7-ാമത്തെ വാക്യം. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തു പാടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തു പാടുന്നു. സത്യവേദ പുസ്തകത്തിനകത്തെ പ്രവചന പുസ്തകങ്ങൾ, യെശയ്യാവ് തൊട്ട് മാലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നു. ബാബേൽ പ്രവാസകാലത്തെ 70 വർഷത്തെ അവരുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും അവരുടെ വേദനകളും അവരുടെ നിലവിളിയെല്ലാം സ്വർഗത്തിലെ ദൈവം കേട്ട് ഇസ്രായേലത്തിന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം 14-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയുന്നത്, യഹോവ യാക്കോബിനോട് മനസ്സറിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസിമാരായും അല്ലെങ്കിൽ അടക്കിക്കൊള്ളും. ഞങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. തുടർന്നിങ്ങോട്ട് സാജനത്തിന്റെ ഒരു വലിയ വിജയവും ബാബേലിന്റെ പരാജയത്തെയാണ് പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ദാസിദാസന്മാരോട് പറയട്ടെ, സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ഇനി നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ടവരായെന്ന് പറയട്ടെ, നിന്നെ തകർക്കുവാൻ ശത്രുവായ ദുഷ്ടൻ പല തന്ത്രങ്ങളും നനഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലാക്കിയതുപോലെ അടിമകളാക്കിയതുപോലെ നിന്നെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഇന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഭീതിയുടെ അല്ലെങ്കിൽ മരണനിരലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, സങ്കടങ്ങൾ നിന്റെ പരാജയത്തിന്റെ നിലവിൽ വേദനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നിലവിളിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ കഷ്ടതയിൽ നിന്ന് ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരും. മാത്രമല്ല, നിന്നെ ബദ്ധരാക്കിയവരെ നീ ബദ്ധരാക്കുകയും, ഹല്ലേലൂയ, നിന്നെ ഉപദ്രവിച്ചവരുടെ മുമ്പിൽ നിന്നെ ദൈവം മാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കഷ്ടത ഇത് മാറ്റി. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. അവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനും ചെയ്ത നിയമം പാലിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മാലാഖയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കുന്നു. ഇന്ന് പകൽ ലോകം ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ദാസന്മാരെ പറയട്ടെ, നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി പകർന്നു കൊടുക്കുന്ന, നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കാനെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നിനക്കും പറയാൻ പറ്റും, അല്ലെങ്കിൽ സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. ഹല്ലേലൂയ, അവർ ആർത്തു പാടുന്നു. അത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ആർത്തു പാടാനുള്ള അവസരം തരികയാണ്. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയെ മാറ്റി, നിന്റെ ഉപദ്രവങ്ങളെ മാറ്റി, നിന്റെ പേടിയെ മാറ്റി, നിന്റെ അടിമത്തത്തെ മാറ്റി, നീ അനുഭവിച്ച ആ ദുരന്ത മേഖല, ദുരിതം നിറഞ്ഞ അനുഭവങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിനക്ക് സ്വസ്ഥത നൽകി നീ ആർത്തു പാടുന്ന ഒരു സുദിനത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചിലരുടെ ശക്തമായി ദൂത് പറയുന്നത്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ ദൈവത്തെ ആർത്തു പാടുന്ന ഒരു അനുഭവത്തിനായി ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. നിന്നെ ആരെല്ലാം ബദ്ധരാക്കിയോ ആ ബദ്ധരാക്കിയവരുടെ മേൽ നിങ്ങളെ പീഡിപ്പിച്ചോ അവരുടെ മേൽ നീ വാഴും. നിങ്ങളെ ആരെല്ലാം ബദ്ധരാക്കിയോ, നിങ്ങളെ ആരെല്ലാം പീഡിപ്പിച്ചോ അവരുടെ മേൽ വാഴുവാൻ ഒരു അവസരം ദൈവം നിനക്ക് തരാൻ പോകും. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ യഹോവയായി ദൈവം ഇസ്രായേൽ മക്കളോട് കരുണ കാണിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നീ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചില അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന സ്തോത്രം പറയാട്ടെ. ചിലരുടെ ശക്തമായ പ്രവചന ദൂതാണ് ദൈവാത്മാവ് പറയുന്നത്, നിന്നെ ബദ്ധരാക്കി വേണ്ടി പീഡിപ്പിച്ചിടമേ നീ വാഴാൻ പോവുകയാണ്. നിന്റെ ജോലി നിനക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്റെ ജോലിയിലെ ഉയർച്ച, നിന്റെ പ്രമോഷന് തടസ്സമായി നിൽക്കുന്നത്,
ആമേൻ. നിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജോലിക്കകത്ത് ജാത്യാക്ഷേപം ചെയ്ത് നിനക്ക് ഉന്നത സ്ഥാനം കിട്ടിക്കഴിഞ്ഞ ചില കൊയിന്മേൽ നിൽക്കുന്ന ചില സവർണന്മാർ നിനക്ക് സല്യൂട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ നിന്റെ സ്ഥാനക്കയറ്റത്തിന്റെ കേസുമായിട്ട് കടന്നു പോകുന്നവരുണ്ട്. നിന്നെ ബദ്ധരാക്കിക്കൊണ്ട് നിന്നെ പീഡിപ്പിച്ച് നിന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുടെ മധ്യേ നിന്നെ ദൈവം വാഴിക്കും. അവർ നിന്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കും. വിശ്വസിക്കുന്നു? ദൈവം അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാരണം ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരു സഹോദരൻ നല്ല നിലയിലെത്തി, നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി. അദ്ദേഹം ജാതിയിൽ ഇച്ചിരി കുറഞ്ഞവനായതുകൊണ്ട് അല്ലെങ്കിൽ ആ ജാതി ആക്ഷേപം നടത്തി അദ്ദേഹം ജോലി പ്രവേശിച്ച കാലം തൊട്ട് അദ്ദേഹത്തിന് വളരെ നിന്ദകളാണ്. ആ വിഷയത്തെ ഒരിക്കൽ ഞാൻ അറിയുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നമ്മളെന്താ മനുഷ്യരല്ലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ, ലോകമല്ലേ ജാതി പറഞ്ഞ് ആക്ഷേപിക്കും, ലോകമല്ലേ നമ്മളെ ബദ്ധരാക്കി പീഡിപ്പിക്കുകയും ചെയ്യുന്നത്, അവരുടെ വാഴുന്നൊരു കാലഘട്ടം ദൈവം താങ്കൾക്ക് തരും. നല്ലൊരു ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ സഹോദരൻ അത് കേട്ട് വിശ്വസിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തിനെ കാലങ്ങൾ കഴിയുന്ന മുമ്പേ ആ ദൈവപ്രവർത്തി വെളിപ്പെടുത്തി അങ്ങനെ വലിയ ആ സഹോദരനെ ബദ്ധരാക്കി പീഡിപ്പിച്ചിട്ട് മധ്യേ ആ സഹോദരനെ ദൈവം മാനിക്കുകയും ഈ മേൽക്കോയ്മ കാണിച്ചു സല്യൂട്ട് അടിക്കേണ്ടി വന്നു. ഞാനത് അനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഉറക്കം പറയുന്നത്, ദൈവം അത്ഭുതം ചെയ്യുമെന്നേ. നമ്മളെ പരാജയപ്പെടുത്താൻ ഒരുങ്ങുന്നവരുടെ മധ്യേ ദൈവം അമ്മയെ മാനിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്നത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് വരണം. ക്രൂശിനെ നമസ്കരിക്കാനല്ല, ക്രൂശിനെ ആരാധിക്കില്ല, ക്രൂശ് കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കാനല്ല ഞാൻ വരാൻ പറഞ്ഞത്. ക്രൂശിൽ കിടന്ന കർത്താവിലേക്ക് വരണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രൂശിനെയാണ് ആരാധിക്കുന്നത്. ക്രൂശിനെ ആരാധിക്കും, ക്രൂശിനെ കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കും, ക്രൂശ് കൈപിടിച്ചു. ക്രൂശ് അല്ല യഥാർത്ഥത്തിൽ. ക്രൂശ് അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ അന്നത്തെ കാലഘട്ടത്തിൽ ക്രൂശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവരെ ശിക്ഷ വിധിക്കുന്ന ക്രൂശിൽ തറച്ചു കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ബെറോബാസിനെ ക്രൂശിക്കേണ്ട സ്ഥാനത്ത് ബെറോബാസിനെ വിട്ടുതരണം, അവനെ ക്രൂശിക്കാരെ യേശുവിനെ ക്രൂശിക്കണം. ജനം ഒന്നടങ്കം നിലവിളിച്ചപ്പോൾ ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി സ്വർഗ മഹിമകളെ വിട്ടി ഭൂമി വന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ കാൽവരി ക്രൂശിൽ കുരിശി തറച്ചു. അതൊരു ശിക്ഷയാണ്. ആ ക്രൂശിനെ അല്ല നമ്മൾ ആരാധിക്കുക, ക്രൂശിനെ അല്ല വണങ്ങേണ്ടത്. ആ ക്രൂശ് നമുക്കൊരു അടയാളമായി നിൽക്കുമ്പോൾ അതിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കാര്യപാണിയാൽ തറയപ്പെട്ട മുക്കിനിയുടെ ധാരിയായ വിരാപ്പുറം കുത്തി തുറന്ന ശരീരം ഒഴുചാല് പോലെ കീറി കണ്ടാൽ ആളെല്ലാം തോന്നുമാറും നമുക്ക് വേണ്ടി ഉരുവുമായി നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ വേണം കാണാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്രമം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്ത് ജീവിക്കുന്നവരാണ്, ലോകത്ത് സഞ്ചരിക്കുന്ന, ലോകത്ത് ജോലി ചെയ്യുന്ന, ഇവിടുത്തെ സുഖാനുഭവ ജീവിതം നിങ്ങൾ നയിക്കുന്നവരാണ്. പക്ഷെ നിനക്ക് വിശ്രമമില്ല, സ്വസ്ഥതയില്ല, നിനക്കൊന്ന് ആർത്ത് പാടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ എപ്പോൾ നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം പകർന്നു കൊടുക്കുന്നു, എപ്പോൾ നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു, ആ സമയം ദൈവം നിന്റെ ഹൃദയത്തിൽ നിനക്ക് സ്വസ്ഥത തരും, നിനക്ക് ആർത്ത് പാടുവാൻ കഴിയും. ഹല്ലേലൂയ. മാനവരാശിക്ക് വിശ്രമം നൽകുവാനായി തന്നെ ക്രൂശിൽ സമർപ്പിച്ച യേശു യേശുവിന്റെ അടുക്കിലേക്ക് നീ വരണം. മാനവകുലത്തിന് മുഴുവൻ, ഈ ഭൂമിയിലുള്ള സകല ജനത്തിനും, ഹല്ലേലൂയ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, എല്ലാ ഗോത്രഭാഗങ്ങൾക്കും, എല്ലാ ഭാഷാഭാഗങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ മുമ്പാകെ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തതിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുന്നെങ്കിൽ, അവൻ നിന്റെ ഹൃദയത്തിനകത്ത് വാസിക്കുന്നെങ്കിൽ നിനക്ക് വിശ്രാമം തരും യേശു. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയത്തിന് നിനക്ക് വിശ്രമമുണ്ടോ? നിന്റെ ഹൃദയത്തിന് നിനക്ക് സ്വസ്ഥതയുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? എത്ര കുടുംബങ്ങളെ സ്വസ്ഥതയില്ലാതെ, വിശ്രമമില്ലാതെ, ഒന്ന് ആർത്ത് പാടുവാൻ കഴിയാതെ കഴിയുന്നത്. ഒരു സഹോദരിയോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, എനിക്ക് ദൈവത്തെ, യേശുവിനെ ഭയങ്കര വിശ്വാസമാണ്, ഞാൻ യേശുവിനെ വിശ്വസിച്ച് ഞാൻ ദൈവസഭയിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ വീട്ടിൽ ഭർത്താവ് അറിയാൻ പാടില്ല. അല്ലേ? ഭർത്താവ് പറഞ്ഞ എന്നെ കൊല്ലും. എന്തിനാ? പള്ളിയിൽ പോയതിന്, ദൈവത്തെ ആരാധിക്കുക, യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പോയതിന് ഭർത്താവ് പറഞ്ഞ കൊല്ലുമെന്ന്. ഭർത്താവിന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. ഒന്ന് ഓർത്ത്, യേശുവിനെ അറിഞ്ഞത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ ഒരാൾ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്.
ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കും, ഭർത്താവ് കൊല്ലും. നിന്നിട്ട് സൗരി പറയുക, ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആരും കേൾക്കാതെ എൻ്റെ ഹൃദയത്തിനകത്ത് പക്ഷേ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അച്ഛനും മാനസാന്തരം പ്രാർത്ഥിക്കും. ഞാൻ അച്ഛനും മാനസാന്തരം പ്രാർത്ഥിക്കുക, മോളുടെ വിവാഹം നടക്കണം. ഹല്ലേലൂയ. അച്ഛൻ ചിലടത്ത് ഇടങ്ങോല, ചിലടത്ത് അമ്മച്ചി ഇടങ്ങോല, ചിലടത്ത് മക്കൾ ബന്ധുക്കൾ ഇടങ്ങോല. എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധ, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, യേശുവിനെ രക്ഷകനും പിതാമായി സ്വീകരിക്കുന്നത് തെറ്റല്ല. അത് തെറ്റാന്ന് വ്യാഖ്യാനിക്കുന്നത്, തെറ്റാന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ക്രൂരത, നിങ്ങൾ ചെയ്യുന്ന പാപം എത്ര ഭയാനകമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് വേണ്ടി ഒരു മനുഷ്യനെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, അവനെ ബദ്ധരാക്കും, അവനെ പീഡിപ്പിക്കുമ്പോൾ നിനക്കൊക്കെ വരാൻ പോകുന്ന ന്യായവിധിയുടെ ഭയാനകം നീയൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് മറുപടി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വരണം. ഞാനൊരു ക്രൈസ്തവ വിശ്വാസത്തിൽ, ക്രൈസ്തവ മതത്തിൽ നിന്നയാളാണ്. എന്നിട്ടാണ് വിശ്വാസത്തിലേക്ക് വന്നത്. എന്നെ ഒരുപാട് പേര് ബദ്ധരാക്കി പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതിന് വഴങ്ങി കൊടുത്തിട്ടില്ല. കാരണം രക്ഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലേ? ആദിമ കാലഘട്ടത്തിൽ നമ്മൾ അടിമത്തത്തിൽ കിടന്നിട്ടുണ്ട്, ബദ്ധരായിരുന്നു, പീഡിപ്പിക്കുന്നവരുടെ കീഴിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ സത്യം അറിഞ്ഞപ്പോൾ സ്വതന്ത്രമായി. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത വന്നു, എൻ്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വന്നു. എനിക്ക് ആർത്ത് പാടുവാൻ കഴിഞ്ഞു. അത് ഇന്ന് പകൽ നീ സ്വസ്ഥമായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അത് ക്രൂശ് അമ്മ ചുമട് താങ്ങിയാണ്. ഈ ക്രൂശ് ഒരു ചുമട് താങ്ങിയാണ്. ഹല്ലേലൂയ. പണ്ടുള്ള കാലഘട്ടത്തിൽ ഈ വണ്ടിയോ സൗകര്യങ്ങളോ, ഇന്നത്തെ ട്രക്കോ അല്ല, ഇന്നത്തെ വണ്ടി വാങ്ങുന്ന ചുമടുകൾ മനുഷ്യൻ ദീർഘദൂരം തലേ ചുമന്നാ വരുന്നേ. അങ്ങനെ തലേ ചുമന്ന് വരുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്ക് ചുമടൊന്ന് താത്തു വെക്കാൻ വേണ്ടി ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരി പോലെ കമയാലും കെട്ടിവെച്ചിട്ട് അതേ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകുന്ന ചുമട് താങ്ങി അങ്ങനെ ഉണ്ടായിരുന്നു. എന്നൊക്കെയാ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇന്നും അതിന് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പണിയെടുക്കുന്ന കാലഘട്ടം ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ മടുത്ത് വന്നൊരു ചുമട് താത്ത് വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ലേ? അപ്പൊ ഈ ക്രൂശ് ഒരു ചുമട് താങ്ങിയാണ്. അല്ലേ? നിന്റെ സകല ചുമടും താങ്ങുവാൻ കഴിയുന്നതാണ് ക്രൂശിൽ കിടന്ന കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ ക്രൂശ് ഒരു ചുമട് താങ്ങിയാണ്. ക്രൂശിൽ കിടന്ന കർത്താവാണ് ഭാരം വഹിക്കുന്നത്. ക്രൂശല്ല ഭാരം വഹിക്കുന്നത്, ക്രൂശിൽ കിടന്ന കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അവൻ തറയ്ക്കപ്പെട്ടപ്പോൾ ക്രൂശ് യേശുവിന്റെ ചുമട് യേശുവിനെ താങ്ങി. പക്ഷെ ഭാരം വഹിച്ചത് യേശുവാണ്. അതുകൊണ്ടാണ് 55 സംഗീതം 22 വാക്യം പറയുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മുടെ ഭാരം ക്രൂശിന്റെ മേൽ വെച്ചുകൊള്ളുക നല്ല വചനം പറയുന്നത്. ഹല്ലേലൂയ. പലരും ഇന്ന് അങ്ങനെ ചിന്തിക്കും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ഭാരം യേശുവിന്റെ മേൽ വെക്കുക. നമ്മുടെ ഭാരം ക്രൂശിന്മേലല്ല. ക്രൂശ് യേശുവിന്റെ ഒരു താങ്ങ് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാരം വെച്ച് നീ ദൈവസ്ഥലേക്ക് വരുമ്പോൾ നിന്റെ ക്ഷീണങ്ങളെല്ലാം മാറി, നിന്റെ ആത്മീയ വ്യാകുലതകളെല്ലാം മാറിയിട്ട് ആ ക്രൂശിന്റെ നിഴലിൽ, ക്രിസ്തുവിന്റെ നിഴലിൽ നിനക്ക് ശരണം പ്രാപിക്കാൻ കഴിയും. അല്ലേ? ക്രൂശിന്റെ നിഴലല്ല, ക്രിസ്തുവിന്റെ നിഴലിൽ, ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ നിഴലിൽ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയമായിട്ട് കാണണം. ആക്ഷരികമായിട്ട് ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ മുമ്പിൽ വന്ന് വണങ്ങുന്നതിലല്ല, ആക്ഷരികമായിട്ട് ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ ഹൃദയത്തിനകത്ത് കാണണം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് എബ്രായലേഖനം 11:1. അതുകൊണ്ട് വിശ്വാസം എന്നത് ആശിക്കുന്ന ഉറപ്പ്. ആ വിശ്വാസം ക്രൂശിൽ നിനക്ക് വേണ്ടി നിന്റെ ഭാരമേറ്റി കിടക്കുന്ന ക്രൂശിൽ മരിച്ച കർത്താവിന്റെ സന്നിധി വിശ്വാസത്തോടെ കടന്നു വന്നിട്ട് നിന്റെ ക്ഷീണങ്ങളും പരാജയങ്ങളും എല്ലാം നീ പറയണം. ഹല്ലേലൂയ. നീ ആശിക്കുന്ന ഉറപ്പ്, നിന്റെ വിഷമം പറയണം. അപ്പം നീ കാണാത്ത കാര്യങ്ങൾ ഉറപ്പ്, ക്രൂശിൽ കിടന്ന കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നീ കാണാത്ത കാര്യം ഉറപ്പ് കർത്താവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. പ്രൈസ്. അപ്പൊ നമ്മളെ ക്രൂശിങ്കിലേക്ക് വരിക എന്നുള്ളതാണ്. നിന്റെ എല്ലാ ആത്മീയ വ്യാകുലതകളും മാറ്റി കർത്താവ് നിനക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. ക്രൂശിന്റെ അതുകൊണ്ടാണ് ആ ക്രൂശിന്റെ നിഴലിൽ നമ്മൾ പാർക്കണം. ക്രൂശിന്റെ നിഴലിൽ ഞാൻ വീണ്ടും നിങ്ങൾ തെറ്റിപ്പോകരുത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ. അതുകൊണ്ടാണ് 91 സങ്കീർത്തനം ഒരു പ്രവചനം പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും ഇവിടുത്തെ ശുശ്രൂഷയ്ക്കൊക്കെ എത്രയോ മുന്നമേ 91 സങ്കീർത്തനം എഴുതി. അതിന്റെ 1-ാമത്തെ വാക്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും. ക്രൂശിന്റെ നിഴലല്ല, അത്യുന്നതന്റെ മറവിൽ. ക്രൂശിൽ കിടക്കുന്നവൻ അത്യുന്നതൻ, അതേക്കാട്ട് വലിയൊരു ഉന്നതനില്ല.
ഹല്ലേലൂയ. ക്രൂശിൽ കിടക്കുന്ന കർത്താവാണ് ഏറ്റവും വലിയ അത്യുന്നതൻ. അതിനെക്കാട്ടി ഒരു അത്യുന്നതനില്ല. അത്യുന്നതനോട് സമരാകും. ഹല്ലേലൂയ. ഞാൻ ഉത്തരദിക്കിൽ കൂട്ടും കയറും, ഞാൻ ഉത്തരദിക്ക് മേലെ ഉയരും എന്നൊക്കെ പറഞ്ഞത് ലൂസിഫർ. അവനെ വെട്ടി താഴെയിട്ടു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12 വായിച്ചാൽ അവനെ അരുണോദയപുത്ര ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്യുന്നതനോട് സമരാകാൻ ശ്രമിച്ചവനെ തള്ളി താഴെയിട്ടു. അത്യുന്നതൻ എന്ന് പറയുന്ന ഒരുവൻ മാത്രം, യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് 91 സംഗീതം എത്രയോ കാലങ്ങൾക്ക് അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവനെ അവൻ യഹോവയെ കുറിച്ച് എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. നമ്മൾ 91 അങ്ങനെ കാണാതെ പഠിക്കാറുണ്ട്. പക്ഷെ പഠിച്ചൊന്നും കാര്യമായില്ല. നീ ആരുടെ മറയിലാണ് വസിക്കുന്നത്? ആരുടെ നിഴലിൽ നീ പാർക്കുന്നത്? ഇന്നും ക്രൂശിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ നിഴലിൽ കീഴിൽ അവന്റെ മറവിലാണോ നീ വസിക്കുന്നതെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്വസ്ഥത സ്വർഗം തരും കേട്ടോ. ഹല്ലേലൂയ. സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്നത്, നിന്നോട് ആജ്ഞാപിക്കുന്നത്, നിന്നോട് കൽപ്പിക്കുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എത്ര കാലമായി കരച്ചിൽ തുടങ്ങിയിട്ട്, എത്ര കാലമായി നിന്നെ പലരും ബദ്ധരാക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി, നീ കല്യാണം കഴിഞ്ഞു ചെന്ന വീട്ടിൽ നിന്നെ ബദ്ധരാക്കി വെച്ച് നിന്നെ ഒരു തടവുപുള്ളിയെ പോലെ വെച്ചിരിക്കുകയല്ലേ. നിനക്ക് മിണ്ടാൻ, പറയാൻ, സംസാരിക്കാൻ താണ്ട് സ്വാതന്ത്ര്യമില്ല. വേണയിൽ പറയുന്നത് കേട്ട് നിന്നെ പീഡിപ്പിക്കുമല്ലേ. അമ്മായിമ്മ മരുമോളെ പീഡിപ്പിക്കുന്നു, മരുമോൾ അമ്മായിമ്മയെ പീഡിപ്പിക്കുന്നു, അമ്മായിമ്മയും മരുമോളും അല്ലെ അമ്മായി പരസ്പരം കുടുംബത്തിനകത്ത് പീഡനം, ജോലി സ്ഥലത്ത് പീഡനം, എല്ലാം. എന്തിനാ? ആത്മീയ സഭയെ വരെയുണ്ട്. ആത്മീയ സഭയ്ക്കകത്ത് പോലും ശുശ്രൂഷയുള്ളവനെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കാൻ കഴിയാതെ അവരെ സഭാ നേതാക്കന്മാർ ബദ്ധരാക്കും. അല്ലേരിയ. അവരെ പീഡിപ്പിക്കും. അല്ലേരിയ. സ്തോത്രം. അത് എന്നെ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിന്നെ ബദ്ധരാക്കി, നിന്നെ പീഡിപ്പിക്കണമെന്ന് നിന്നെ വാഴിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. വചനം അങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം ഹല്ലേലൂയ അതിന്റെ 1 തൊട്ട് 11 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തു പാടുന്നു. അതെ, ആർത്ത് പാടുവാനുള്ളൊരു അവസരത്തെ ദൈവം നൽകുമ്പോൾ, അപ്പം നിത്യവിശ്രമം എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ മരണം അഥവാ കർത്താവിന്റെ പ്രത്യക്ഷതയാകുന്നു. നിത്യമായ വിശ്രമം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മരണത്തോടുകൂടി അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത കൂടി ഹല്ലേലൂയ ആ നിത്യവിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ ഐഹികപരമായ സകല പോരാട്ടങ്ങളും പരീക്ഷകളും വേദനകളും എല്ലാം നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പൊ നിനക്ക് പരീക്ഷകളുണ്ട്, ശോധനകളുണ്ട്, കഷ്ടതയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, നിന്നെ പലരും ബദ്ധരാക്കി പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നിന്റെ മരണത്തോടെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോടുകൂടി നീ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനത്വത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അല്ലെങ്കിൽ സ്തോത്രം അല്ലിയ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിർപ്പൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് 1 തെസ്സലോനിക്കർ 4 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ പറയുകയാണ്. അതേ നമുക്കൊരു വിശ്രമമുണ്ട്. ഈ ഭൂമിയിലെ ഐഹികമായ പോരാട്ടങ്ങൾ, ഐഹികമായ പ്രശ്നങ്ങൾ, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെല്ലാം മാറിയിട്ട് നിനക്ക് നിത്യവിശ്രമത്തിനായ ഒരു ദിവസം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നീ ഇവിടെ ജീവിക്കുന്നത് താൽക്കാലികമാണ്. അധിക കാലം നിനക്ക് ഈ ഭൂമിയിൽ പോകാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. നിനക്കൊരു പരിമിതിയുണ്ട്, നിന്റെ ജീവിതത്തിന് ഒരു പരിമിതിയുണ്ട്. നിനക്കൊരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ട്. ആയുസിന്റെ മധ്യത്തിൽ ആയുസ് പൂർത്തീകരിക്കുമ്പോൾ നിന്നെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റുമ്പോൾ നിനക്ക് നല്ലൊരു വിശ്രമം കിട്ടും. ഹല്ലേലൂയ. നല്ലൊരു വിശ്രമം കിട്ടുമ്പോൾ അവർ ആർത്തു പാടുമെന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു വശമാണ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കെരൂബുകളും സാറാപ്പുകളും കോടാനുകൂടി വിശുദ്ധന്മാരും ദൂതന്മാരും അടക്കം ഒന്നിച്ച് ദൈവസന്നിധി സ്വസ്ഥതയോടെ ആർത്തു പാടുന്നുവാൻ ദൈവം അവർക്കൊരു അവസരം കൊടുത്തതുപോലെ ഇന്ന് പകൽ നിനക്കും അങ്ങനൊരു അവസരം തരാൻ പോകുകയാണ്. അത് നിന്റെ കഷ്ടതയെല്ലാം മാറി നിനക്ക് ആർത്തു പാടാൻ അവസരം നീ ഭൂമി ചെയ്യണം. അല്ലേ? ഭൂമി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത വരണമെങ്കിൽ യേശുക്രിസ്തു ഇവിടെ മാത്രമേ കഴിയുള്ളൂ.
അതിനൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിടെ മാത്രമേ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാരകൾക്കും ലഹരിക്കും ജഡികമായ ജീവിതത്തിനും പോരാട്ടത്തിനും വ്യഭിചാരത്തിനും പരസംഗത്തിനും പിടിച്ചുപറിക്കും മോഷണത്തിനും അധാർമിക്കും ദുഷ്കാമത്തിനും സ്വയംഭോഗത്തിനും സ്വതോഷഭോഗത്തിനും പീഡനത്തിനും ബലാത്സംഗത്തിനും മോഷണത്തിനും കൊള്ളയും തീവ്രവാദം ഭീകരവാദം വർഗീയതയൊക്കെ വളർത്തി മത കലാപം വളർത്തി രാഷ്ട്രീയ അധികാരത്തിന് തമ്മിലടിച്ച് കലഹിച്ച് അനേകരെ രക്തസാക്ഷികളാക്കി മാറ്റി വ്യാജ പ്രചരണം നടത്തുന്ന ഫോഷ്കിന്റെ ആളുകള് മലേറിയ ഇവർക്കൊന്നും ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടാകത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ 36 വർഷം ചെറുപ്രായം തൊട്ട് ആദ്യത്തെ ചെറുപ്രായത്തിൽ തിരിച്ചറിവ് വ്യാപാരം കൊണ്ട് ഒരു 5 വയസ്സുള്ള കുട്ടിയായാലും എൻ്റെ ഏകദേശം 36 വയസ്സ് വരെ ഞാൻ പാപത്തിന്റെ അതിൽ വീണ് പലരും എന്നെ ബദ്ധരാക്കി പീഡിപ്പിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ സമാധാനമില്ലായിരുന്നു. എന്നാൽ എൻ്റെ 36-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് അന്ന് വരെ അനുഭവിക്കാത്തൊരു സ്വസ്ഥത എനിക്ക് തന്നു. അന്ന് വരെ ഞാൻ എൻ്റെ കർത്താവിനെ ആർത്ത് പാടിയിട്ടില്ല. ഞാൻ കർത്താവിനെ പിതാവുമായി സ്വീകരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിനെ ആർത്ത് പാടുവാൻ തുടങ്ങി. ഇന്നും അവനെ ആർത്ത് പാടുകയാ. ഇന്ന് ഞാൻ ഹൃദയത്തെ സ്വസ്ഥത അനുഭവിക്കുക. അവൻ്റെ പൂർണ്ണതയിലേക്ക് ഒന്നിൽ എൻ്റെ മരണത്തോടുകൂടി അല്ലെങ്കിൽ കർത്താവിൻ്റെ വരലൂടെ എൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ ജീവിതം താൽക്കാലികമാണ്. നീ തകർത്ത് കളയരുത് സ്നേഹിത. നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. നിന്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്ക്. നിനക്ക് നിത്യാനന്ദം ലഭിക്കണമെങ്കിൽ, നിത്യ സന്തോഷം കിട്ടണമെങ്കിൽ നീ യേശു ക്രിസ്തുവിലൂടെ സ്വസ്ഥത കണ്ടെത്തണം. ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ പ്രവാചക പുസ്തകമൊക്കെ വളരെ ശക്തമായിട്ട് ഇന്നത്തെ പ്രവചനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. നമുക്ക് വേദപുസ്തകത്തിനകത്ത് യെശയ്യാവ്, യിരെമ്യാവ്, ദാനിയേൽ, വിലാപങ്ങളൊക്കെ തുടങ്ങി മാലാഖി വരെയുള്ള പ്രവചന പുസ്തകം. അത് യഥാർത്ഥത്തിൽ പ്രവചന പുസ്തകം ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവം ഉപയോഗിച്ച ഭക്തന്മാർ എഴുതി ശക്തമായ പ്രവചന ദൂതുകളാണ്. അല്ലെങ്കിൽ അതിനകത്തൊരു മാറ്റം വരുത്തില്ല. അതിനകത്ത് പണാധിപത്യം, ദിവ്യാഗ്രഹത്വം ഒന്നുമില്ലായിരുന്നു. അതിനകത്തുണ്ടായത് ശക്തമായ ദൂതുകളെ. പാപത്തെ പാപമെന്ന് പറയുമായിരുന്നു. പാപത്തെ പാപമെന്ന് ചൂണ്ടിക്കാണിച്ച് പാപം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്നുള്ള ശക്തമായ സന്ദേശങ്ങൾ പ്രവാചക പുസ്തകത്തിൽ നൽകുന്നതുകൊണ്ട് തന്നെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വെളിപ്പെടുത്തി പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നൊക്കെ നമ്മെ ഓർപ്പിച്ച് ആ പ്രവാചക പുസ്തകത്തിലൂടെ നമുക്ക് തരുന്ന നിത്യാനന്ദം ഉണ്ടല്ലോ, നിത്യസന്തോഷം, നമുക്കിതിന് സ്വസ്ഥതയുണ്ടല്ലോ, നമുക്ക് ആർത്ത് പാടുവാനുള്ള ആഹ്വാനം, അതാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രവചന പുസ്തകത്തിൽ. പാപത്തെ കുറിച്ച് ഉണർത്തിക്കുന്നതാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതം, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെട്ട ദിവസത്തിൽ നാം സ്വർഗത്തിലുള്ള കർത്താവിനെ മുഴു കുടുംബത്തെയും കാണും. നമ്മള് ഈ ഭൂമിയിലെ ജീവിതമൊക്കെ അവസാനിച്ച് നമ്മൾ മരിക്കും. അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും എന്നെത്ര പേർക്ക് ഉറക്കമുണ്ട്, അല്ലെങ്കിൽ ഉറപ്പുണ്ട്? എന്നെ കേൾക്കുന്ന മാതാവി പിതാവിക്ക്, നീ ഇന്ന് മരിച്ചാൽ കർത്താവ് യേശുക്രിസ്തു മധ്യാകാശ ദൂതന്മാരുമായി വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തെ നീ ഉയർക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അല്ല, നീ മരിക്കാതെ ജീവനോടെ ഇരിക്കുന്ന കർത്താവ് മരിച്ചു ഉയർത്തിയതിനു ശേഷം ജീവനോടെ ഇരിക്കുന്ന രൂപാന്തരം പ്രാപിക്കുമ്പോൾ നീ രൂപാന്തരം പ്രാപിക്കുന്നതിന് ഉറപ്പുണ്ടോ? അത് പ്രായോഗിക ഉറപ്പാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിക്കണം. ദൈവകൽപ്പന സ്വീകരിക്കണം. പ്രമാണം. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന സ്നാനം സ്വീകരിക്കണം. സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം പ്രാപിക്കണം. അഭിഷേകത്വം നിറയപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടണം. അതുകൊണ്ട് വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. വിശ്വസിക്കാതെ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് മർക്കോസ് 16:15 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ ഈ കറുത്ത വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് ഞങ്ങളെല്ലാം സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് നടക്കുന്ന സത്യവേദ പുസ്തകം കറുത്ത പൈലിട്ടെ അത് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സത്യവേദ പുസ്തകം കറുത്ത പൈലിട്ട ഈ പുസ്തകം പിടിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കത്തോലിക്ക വിഭാഗമാണ് POC ബൈബിൾ ഉപയോഗിക്കുന്നത്, ഓശാന ബൈബിൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും എല്ലാ പട്ടത്ത സഭകളും ഈ കറുത്ത ബൈബിളാണ്. ഈ കറുത്ത ബൈബിൾ പിടിച്ച ഒരുപാട്, അതുപോലെ വേർപെട്ട കൂട്ടം ബന്ധക്കോസുകാരാണെന്ന് അഭിനയിച്ച് നടക്കുന്ന, ബന്ധക്കോസുകാരെന്ന് കോലം കെട്ടി നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ കറുത്ത പുസ്തകം പിടിക്കുന്നുണ്ട്, ഈ സത്യവേദ പുസ്തകം. അവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഉറപ്പോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും പോകത്തില്ല. പോകുന്നത് നിങ്ങൾ എങ്ങനെ പറയുന്നത്?
പോകുമെന്ന് ഏത് വ്യവസ്ഥയിലാണ് പറയുന്നത്? യേശു തന്നെ പറഞ്ഞില്ല, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ. യേശു തന്നെ പറഞ്ഞില്ല, യോഹന്നാൻ 14:6. അവൻ യോഹന്നാന്റെ സുവിശേഷം 1:12, അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തോന്നുന്ന. വീണ്ടും അടുത്ത പ്രമാണം റോമാലേഖനം 10:9 എഴുതി വെച്ച്, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് വായ കൊണ്ട് രക്ഷിക്കാൻ ഏറ്റുപറയും. ഇത് ഇങ്ങനെ പ്രമാണം അനുസരിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രനും പരിശുദ്ധനുമായ നാമത്തിന് സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കി പ്രമാണിപ്പതാക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലയാദികളെയും ശിഷ്യരാക്കി ഞാൻ ലോകസ്ഥാനത്തുള്ളൂ. അപ്പം നമ്മളിത് അനുസരിക്കണം. മത്തായി 22 കുറച്ച് വചനം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തൊരു വിശ്രമം വരണം, നമുക്കൊരു സ്വസ്ഥത വരണം. നമ്മളെ ബദ്ധരാക്കുന്നവർ, നമ്മളെ പീഡിപ്പിക്കുന്നവർ പിശാചാണെന്ന്. നമ്മളെ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, നിന്നെ ബദ്ധരാക്കിക്കൊണ്ട് പോകുന്നത്, നിന്നെ ബദ്ധരാക്കുന്നത്, നിന്നെ ബദ്ധന്മാരാക്കുന്നത് ആ സാത്താനാ. നിന്നെ പീഡിപ്പിക്കുന്ന സാത്താനാ. പക്ഷെ അതൊരു മനുഷ്യനോട് വെളിപ്പെടുത്തുന്നത് മാത്രം. സാത്താന് പ്രവർത്തിക്കാൻ ഒരു ശരീരം ആവശ്യം, ഒരു മനുഷ്യൻ ആവശ്യമാണ്, ഒരു വ്യക്തി ആവശ്യമാണ്. അതുകൊണ്ട് നിനക്ക് പ്രതിയോഗിയായിട്ട് ദൈവം അലയ നിന്നെ തെരഞ്ഞെടുത്തിനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നിനക്ക് പ്രതിയോഗിയായിട്ട് സാത്താൻ ചെല്ലി എഴുതേപ്പിക്കും. അല്ലേ? സാത്താൻ ചെല്ലമേന് വന്നിട്ട് അവനാണ് നിന്നെ ബദ്ധരാക്കാൻ ശ്രമിക്കുന്നത്. അല്ലേലൂയ. അതിന്റെ നടുവിലാണ് നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. അല്ലേലൂയ. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. അല്ലേലൂയ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെട്ട ദിവസത്തിൽ നാം സ്വർഗത്തിലേക്കുള്ള കർത്താവിന്റെ മുഴുവൻ കുടുംബത്തെയും കാണും. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ, ദൈവപുത്രന്മാർ, കെരൂബുകൾ, സാറാബുകൾ, 4 ജീവികൾ, 24 മൂപ്പന്മാർ എന്നിവരെ എല്ലാവരും മധ്യാകാശത്തിൽ നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി കുഞ്ഞാന്റെ കല്യാണ സദ്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാണ്. അല്ലേലൂയ. വെളിപ്പാട് ദിവസം 19 വായിച്ചു നോക്കിയാട്ടെ. 19 വെളിപ്പാട് ദിവസം 19 അല്ലേലൂയ. 19 7, 9 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് വെളിപ്പാട് ദിവസം 19 7, 9 വാക്യങ്ങൾ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്ക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണം സദ്യക്ക് വിളിക്കുക, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. കണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുക കേട്ടോ. ഹല്ലേലൂയ. സ്വന്തം വചനം പറയുക, ഞാൻ ഹല്ലേലൂയ ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളവ നിന്റെ സഹോദരന്മാർക്ക് സൗഖ്യത്തിനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. അപ്പൊ യോഹന്നാൻ ഈ വെളിപ്പാട് കൊടുത്ത് യോഹന്നാനോട് ഇത് സംസാരിച്ച ദൂതന്റെ മുമ്പിൽ യോഹന്നാൻ വീണ് നമസ്കരിക്കാന്ന് പറഞ്ഞ ദൂതൻ പറയാ, അയ്യോ നീ എന്നെ വീണ് നമസ്കരിക്കരുത്, ഞാൻ നിങ്ങളുടെ സഹപ്രവർത്തന, ഞാൻ നിങ്ങളുടെ സഹോദരന്മാർക്കും സഹപ്രവർത്തന. നിങ്ങൾ ദൈവത്തെ നമസ്കരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിനെ വേണം നമസ്കരിക്കാൻ. യേശു ദൈവത്തെ വേണം നമസ്കരിക്കാൻ. ദൂതന്മാരെയല്ല, മധ്യസ്ഥന്മാരെയല്ല, പുണ്യവാളന്മാരെയല്ല, പുണ്യവാളത്തികളെ അല്ല, ഇടനിലക്കാരെ അല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. സത്യവേദ പുസ്തകം പറയുന്ന ദൈവത്തെ നമ്മൾ നമസ്കരിക്കണം. നിങ്ങൾ വെളിപ്പാട് 19 അല്ലൊരിയ 19 സ്വതം അല്ലൊരിയ അതിന്റെ 10 വായിച്ചു നോക്കിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി. എന്നാലും സഹോദരൻ എന്റെ ഭാഷ വെളിപ്പാട് പുസ്തകം വായിക്കാൻ പേടിയാന്ന് പറഞ്ഞു. ആ വെളിപ്പാട് പുസ്തകം വായിക്കാൻ പലർക്കും പേടിയാണ്. ഇത് അനേക ദൈവദാസന്മാർ പറയാറുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടോ, നീ വെളിപ്പാട് പുസ്തകം വായിക്കും പേടി. എന്തുകൊണ്ടാണ് നീ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന നിനക്ക് പേടി? നിന്റെ പാപത്തിന്റെ കറകൾ, നിന്റെ പാപത്തിന്റെ വഴികൾ, നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെ, നിന്റെ ജഡത്തെ കീഴ്പ്പെടുത്തി നിന്നെ തകർത്ത് പിശാച് നിന്നെ ബദ്ധരാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് സത്യസുവിശേഷം വെളിപ്പെടുത്തി തരുന്ന ജീവന്റെ വചനം നിന്റെ ഭാവിയെ കുറിച്ചുള്ള മഹത്വത്തെ വിശുദ്ധ വേദപുസ്തകത്തെ വെളിപ്പാട് പുസ്തകം എഴുതി വെച്ച് നിനക്ക് വായിക്കാൻ കഴിയാത്ത പിശാച് നിന്നെ തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അത് പേടിക്ക് നിനക്ക് തോന്നുന്നത്. ഞങ്ങൾക്കാർക്കും വെളിപ്പാട് പുസ്തകം വായിക്കുന്ന പേടിയില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സന്തോഷമാണ്. ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സന്തോഷമാണ്, പ്രസംഗിക്കുന്ന സന്തോഷമാണ്, അതില് ധ്യാനിക്കുന്ന സന്തോഷം. ഞങ്ങൾക്കൊരിക്കലും ആ പുസ്തകത്തെ പേടിയില്ല. വെളിപ്പാട് പുസ്തകത്തെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭൂതകാലത്തുണ്ടായിരുന്നത് എന്താണെന്നും ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞാനടക്കം ചെയ്യുന്നവരെന്താണെന്ന്, ഇനി ഭാവി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങളോർത്ത് സന്തോഷിച്ചിട്ട് ഞങ്ങൾ വെളിപ്പാട് സന്തോഷത്തോട് കാണുമ്പോൾ ഒരു കൂട്ടർ ഞങ്ങൾക്കത് പേടിയാണെന്ന്. പിന്നെ ചെറു ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അതിനകത്ത് മനസ്സിലാകാത്ത പാപത്തിൽ കിടക്കുന്ന സഹോദര സഹോദരി, പാപത്തിന് ബദ്ധരായി പാപം നിന്നെ പീഡിപ്പിക്കുമ്പോൾ നീ നിനക്ക് വചനം പോലും വെളിപ്പെടുത്തത്തില്ല. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ
ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്ന് നീ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി കർത്താവ് തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ഒരുങ്ങിയിരിക്കുന്ന വലിയ കൂട്ടം ജനം ഉണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തിൽ ഗരൂപുകളും സാറാവുകളും ദൂതന്മാരും വാമി കോടാനുകൂടി വിശുദ്ധന്മാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അവരോടൊപ്പം ചെല്ലണം. പ്രൈസറോ. ഇവിടെയൊക്കെ താൽക്കാലികമാണേ, ഇവിടൊക്കെ താൽക്കാലികമാ. ഹല്ലേലൂയ. കാറ്റ് എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല. അല്ലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച കാലവും ഇനി മരിക്കുന്നതും ഒക്കെ നമുക്കൊന്നും അറിയില്ല കേട്ടോ. ജനിച്ച കാലം അറിയുക, എപ്പം മരിക്കുമെന്ന് അറിയത്തില്ല. പ്രൈസറോ. ഹല്ലേലൂയ. എപ്പോൾ മരിക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, കോട്ടയത്ത് മണർകാട് ആമി സഹോദരി ഒന്നിച്ച് ബൈക്കിൽ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് മഴയാ, ടേണിങ് തിരിച്ചു. ടേണിങ് ബൈക്ക് പാളിപ്പോയെന്നാ പറഞ്ഞത്. ഞാൻ വളരെ ചിന്തിച്ച വിഷയം. ഞാനും ബൈക്കൊക്കെ ഓടിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് വണ്ടി പാളിപ്പോയപ്പോൾ പിടികിട്ടിയില്ല. ഹല്ലേലൂയ. ഒരു ചെറിയ പെൺകുട്ടി, ഹല്ലേലൂയ, ചെറിയ പെൺകുട്ടി, കൗമാരക്കാരി, പെട്ടെന്ന് ആ വണ്ടിയുടെ ബസ്സിന്റെ അടിയിൽ വന്ന ബസ്സിന്റെ അടിയിൽ ആമി വീണ് മരിച്ചു. ആ സഹോദരനും ഹല്ലേലൂയ വളരെ അപകടനിലയിൽ ആശുപത്രിയിൽ മരിച്ചില്ലെന്ന് അറിയില്ല. അത് അപകട സമയം പിന്നെ വാർത്ത കണ്ടില്ല. എന്തിനുമാട്ടെ, നമുക്ക് മരണം എപ്പോഴാണെന്ന് അറിയില്ല. അവർക്ക് ബൈക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഓടി വന്ന ബൈക്ക് നിയന്ത്രിക്കാൻ ഓടി വന്ന ബസ് നിയന്ത്രിക്കാൻ പറ്റില്ല. മഴ പെയ്ത് കിടക്കല്ലേ, ചവിട്ടിയ എല്ലാം പാളിപ്പോകും. വളരെ സൂക്ഷ്മത. അതുകൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കറിയില്ല. മരണത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ ദിവസം ഏതെന്നറിയില്ല. അതുകൊണ്ട് നിനക്ക് കർത്താവിൽ സ്വസ്ഥത പ്രാപിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ആർത്തു പാടുന്നെങ്കിൽ, ഈ ഭൂമി കർത്താവ് നീ സ്വസ്ഥത വെച്ച് ആർത്തു പാടുന്നെങ്കിൽ എനിക്ക് നിത്യതയിൽ സ്വസ്ഥതയെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ സ്വസ്ഥതയിലേക്ക് നീ പ്രവേശിക്കത്തുള്ളൂ. അവിടെ നിനക്ക് ആർത്ത് പാടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിനക്ക് സ്വസ്ഥത അനുഭവിക്കാതെ, കർത്താവിനെ ആർത്തു പാടാതെ എങ്ങനെ സ്വർഗത്തിൽ ചെന്ന് സ്വസ്ഥത അനുഭവിക്കാൻ ആർത്തു പാടാൻ പറ്റും? അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥതയ്ക്ക് പ്രവേശിക്കുകയില്ലെന്ന് സ്തോത്രം നമ്മൾ എബ്രാഹിം ലേഖനത്തിലൊക്കെ വായിക്കുന്നത്, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ സ്വസ്ഥത എല്ലാവരും സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന്. നമ്മൾ സ്വസ്ഥതയ്ക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നുണ്ട്, 7 സംവത്സരം ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. കർത്താവിന്റെ സഭ എടുത്തതിന് ശേഷം 7 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. ലോകം മുഴുവൻ സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുവാൻ തുടങ്ങും. ലോകാരംഭം മുതൽ ഇന്നുവരെ ഇല്ലാത്ത ദുഷ്ടനാളുകൾ അന്നുണ്ടാകും. കഠിന വേദനകളും നാശങ്ങളും നഷ്ടങ്ങളും ദുഷ്ട ജന്തുക്കളും മനുഷ്യന്റെ വിശ്രമത്തെ നഷ്ടപ്പെടുത്തും. അവർക്ക് രാത്രിയും പകലും വിശ്രമം ഉണ്ടാകത്തില്ല. വരാൻ പോകുന്ന 7 വർഷത്തെ അന്തിക്രിസ്തുവിന്റെ സാത്താന്റെ ഭരണം, പൈശാചിക ഭരണത്തിനകത്ത് നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം ഉണ്ടാകത്തില്ല. ഈ 7 സംവത്സരങ്ങൾക്ക് ശേഷം ദൈവമക്കളായി നാം എല്ലാവരും മധ്യാകാശത്തിൽ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് നീ കർത്താവിന്റെ ഹൃദയങ്ങൾ സ്വീകരിച്ച് സ്വസ്ഥതയായി ആർത്തു പാടിയ കർത്താവിന്റെ വരവുകൾ നീ എടുക്കപ്പെട്ട് 7 വർഷത്തെ അന്ത്യക്രിസ്തുവിനെ പറഞ്ഞ ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ വരും. ഹല്ലേലൂയ. അപ്പോൾ മഹാസർപ്പമാകുന്ന സാത്താനും അന്ത്യക്രിസ്തുവാകുന്ന മൃഗവും കള്ളപ്രവാചകന്മാർക്കും സകല പൈശാചികാത്മാക്കളും പാതാളത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വരുമ്പോഴത്തേനും സകല അന്തിക്രിസ്തുവും സാത്താനും പഴയ പാമ്പായിരിക്കുന്ന മഹാസർപ്പവും എല്ലാ കള്ളപ്രവാചകന്മാരും വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ദുരാത്മാക്കളും എല്ലാം നരകത്തിൽ പാതാളത്തിൽ കെട്ടപ്പെടും. നാം ക്രിസ്തുവിനോട് കൂടെ 1000 സംവത്സരം ആനന്ദത്തോടെ ഭരിക്കും. അന്നാളുകളിൽ ലോകം പാട് ദൈവിക സമാധാനം, സന്തോഷം, സ്വസ്ഥതയും ലഭിക്കും. അതെ, നമ്മൾ കർത്താവിലേക്ക് വരണം, യേശുവിലേക്ക് വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം, ഇപ്പോഴുള്ള നിങ്ങളുടെ ഭൗമിക ജീവിതമാണ് നിങ്ങളുടെ നിത്യതയെ നിർണയിച്ച് കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഭൗമിക ജീവിതമാണ് നിങ്ങളുടെ നിത്യതയെ നിർണയിക്കുന്നത്. ഈ ഭൗമിക ജീവിതത്തിൽ നിന്റെ നിത്യതയെക്കുറിച്ച് എനിക്ക് ബോധ്യം വേണം. അല്ലെങ്കിൽ ആ നിത്യത എനിക്ക് ലഭിക്കണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിക്കണം. അല്ലാതെ നീ എന്ത് ചെയ്താലും നിത്യത നിനക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ശ്രോതാവി, ക്രിസ്തുവിനോടുകൂടെ ഭരിക്കും വിധം ചെയ്യുന്നത്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ആയാൽ നിങ്ങളുടെ സ്വഭാവം എപ്പോഴും സമാധാനമായി ക്രിസ്തുവിനെ പോലെയാകണം. ഈ ഭൂമിയിൽ തന്നെ 1000 ആണ്ട് വാഴ്ച നിനക്ക് വരണമെങ്കിൽ, 1000 ആണ്ട് വാഴ്ച നീ ഉണ്ടാകണമെങ്കിൽ, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ, നീ എടുക്കപ്പെടണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനോട് സ്വർഗരാജ്യം പങ്കിടണമെങ്കിൽ, ഈ ഭൂമി വെച്ച് തന്നെ നീ സ്വസ്ഥത അനുഭവിക്കണം. യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വസ്ഥത അനുഭവിച്ച് ഈ ഭൂമിയിൽ ആർത്ത് പാടുമ്പോൾ, ഹല്ലേലൂയ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സകല പൈശാചിക ശക്തികളെയും കർത്താവ് നീക്കിക്കളയും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും.
ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് എബ്രായ ലേഖനമൊക്കെ വായിക്കും, 4:3 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അത് ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് യേശു വിശ്വസിക്കുന്നവർ മാത്രമേ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തുള്ളൂ. അല്ലാത്തവർക്കും സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. വരാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്ന ഭയാനകമാണ്. അന്ത്യക്രിസ്തുവിന് വാഴ്ച ഭയങ്കര പൈശാചികമാണ്. ലോകരാജ്യ രാഷ്ട്ര തലവന്മാർ ഒന്നടങ്കം ഒരുപോലെ ഒരു മനസ്സോടെ നിന്നെ പീഡിപ്പിക്കുന്ന നാളുകളാണ് വരുന്നത്. ഹല്ലേലൂയ. അതിനു മുമ്പ് നീ സ്വസ്ഥതയിലേക്ക് വരണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. ബാബേൽ പ്രവാസകാലം 70 വർഷം ഇസ്രായേൽ ജനക്ക് സ്വസ്ഥതയിലായിരുന്നു. അവർക്ക് വിശ്രമമില്ലായിരുന്നു. അവരെ ബദ്ധരാക്കി കൊണ്ടുവരെ അവരെ പീഡിപ്പിച്ചു. ആ ബദ്ധരായി കൊണ്ടുവരെ പീഡിപ്പിച്ചു ദൈവം അവരെ മടക്കി വരുത്തി അവരെ സ്വദേശത്തേക്ക് കൊണ്ടുവന്നു. ആ സ്വദേശത്തേക്ക് അവരെ കൊണ്ടുവന്ന ഇസ്രായേൽ ജനമക്കളുടെ ഹൃദയത്തിൽ സ്വസ്ഥത വന്നു. അവർ ആർത്തു പാടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവും നിന്നോടും പറയുന്നത്, നീ കർത്താവിനോട് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനൊരു സ്വസ്ഥത വരട്ടെ. നീ കർത്താവിനെ ആർത്തുപാടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. മധ്യരാജ്യത്തിൽ 1000 ആണ്ട് വാഴ്ച നീ ഉണ്ടായിരിക്കണം. സ്വർഗരാജ്യം നിനക്ക് അവകാശമാകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് നിന്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? ഇന്ന് നിനക്ക് സമാധാനമുണ്ടോ? കരച്ചിലും കണ്ണുനീരുമല്ലേ, വേദനയല്ലേ, ദുഃഖങ്ങളല്ലേ, പരിഭവങ്ങളല്ലേ? നിന്നെ ഇന്നും പലരും ബദ്ധരാക്കി വെച്ചിരിക്കുകയല്ലേ? ഇന്നും നിന്നെ പലരും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതിൽ നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവനെ നീ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, നിന്റെ വീണ്ടെടുപ്പുകാരനായി അവനെ നീ സ്വീകരിക്കുമ്പോൾ, നിന്നെ കർത്താവ് അങ്ങ് ദത്തെടുക്കും. അവന്റെ മകനായിട്ട് മകളായിട്ട് നിന്നെ അങ്ങ് ദത്തെടുക്കും. ഹല്ലേലൂയ. പിന്നെ നീ സ്വർഗത്തിൻ്റെതാ, പിന്നെ നീ ദൈവത്തിൻ്റെതാ, ദൈവരാജ്യത്തിൻ്റെതാ. ഹല്ലേലൂയ. നിന്നെ സാത്താന് തൊടാൻ പറ്റത്തില്ല. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. സർവ്വഭൂമി വിശ്വസ്തമായിരിക്കുന്ന ആർത്തുപാടുന്ന പോലെ നിനക്ക് ഒരനുഭവത്തിന് നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ പറ്റുമോ? നിന്നെ ബദ്ധരാക്കി നിന്നെ പീഡിപ്പിക്കുന്നതിന് നിനക്കൊരു മോചനം നൽകാൻ ആഗ്രഹിക്കുക. നീ ഏതെല്ലാം ബദ്ധനാണ് ബദ്ധരായിരിക്കുക? കടക്കണിയാണോ, സാമ്പത്തിക രോഗമാണോ, ബന്ധനമാണോ, നിന്ദയാണോ, അപമാനമാണോ, പരിഹാസമാണോ, ദുഷികളാണോ, അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളതാണോ, നിന്റെ ജോലിയിലാണോ നീ നിന്നെ പലരും ബദ്ധരാക്കുന്നത്? അതിൽ നിനക്കൊരു മോചനം വിശ്വരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിൽ വരണം. അങ്ങന്റെ രക്ഷകനായി, എന്റെ വീണ്ടെടുപ്പുകാരനായി അങ്ങ് എനിക്ക് ഇവിടെ കുരിശിൽ മരിച്ചു. അങ്ങാണ് എന്റെ പാപത്തിൽ വരിക എന്ന് അങ്ങ് എനിക്ക് വിശ്രമം തരുന്നത്. അങ്ങ് ഞാൻ ആർത്ത് പാടുന്നെങ്കിൽ മാത്രമേ എനിക്ക് നിത്യയിൽ പാടാൻ കഴിയുള്ളൂ. കർത്താവ് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളിൽ 100 കോടി ജനത്തിന്റെ വിടുതൽ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാര യുവനത്തിൽ, വാർദ്ധക്യത്തിലും വിവൃത്തരചന, യാച, ഓർഫണേജ്, ഓൾഡ് യുവ തലമുറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാരടക്കം എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ലോ. എല്ലാ മത നേതാക്കന്മാരെയും, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ കാര്യങ്ങൾ, സയൻസ് എഞ്ചിനീയർമാർ, സകല ജനങ്ങളെയും കർത്താവ്, എല്ലാ ഗോത്ര വിഭാഗങ്ങൾ, എല്ലാ ഭാഷക്കാർ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകരാജ്യം 100 കോടി ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സാർവഭൗമിയും കർത്താവ് സ്വസ്ഥമായിരിക്കുന്നു. അവർ ആർത്ത് പാടുന്നതുപോലെ ജനം ഈ ദിവസങ്ങളിൽ തടസ്സങ്ങളിൽ, പ്രതികൂലങ്ങൾ, പ്രയാസ ബന്ധനങ്ങളിൽ വിടിവിക്കപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിച്ച് എല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാജാത്മാക്കൾ, ഭൂതാത്മാക്കൾ ജനത്തെ ഒന്നടങ്കം ബദ്ധരാക്കുമ്പോൾ, അവരെ പീഡിപ്പിക്കുമ്പോൾ, മാരകമായ രോഗം കൊടുത്ത്, കടക്കടി കൊടുത്ത്, പ്രതിസന്ധികൾ കൊടുത്ത്, പ്രയാസം കൊടുത്ത്, നിന്ദകൾ കൊടുത്ത്, അവർ വിവിധ നിലകൾ കഷ്ടം സഹിക്കുമ്പോൾ, ഇന്ന് പകൽ പ്രവാസത്തിൽ സാഹചര്യത്തിൽ മടങ്ങി സ്വന്തം ദേശത്തേക്ക് വന്ന് സ്വസ്ഥത ആചരിച്ചതുപോലെ ഈ ജനകർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വസ്ഥത ആചരിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല ദൈവമക്കളെ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.